അധിനിവേശത്തിനെതിരെ ജനകീയ ബദലായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി ചരിത്രമുറങ്ങുന്ന കൂത്തുപറമ്പിന്റെ മണ്ണ്. തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിക്കൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. അടുത്ത മാസം 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് 2 ദിവസങ്ങളായി കൂത്തുപറമ്പ് കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുക. COAയുടെ സമ്മേളനങ്ങളിലും സമര പോരാട്ടങ്ങളിലും എന്നും ഉയർന്ന ഈ ശബ്ദത്തിനുടമ PDIC മുൻ MD KO പ്രശാന്തിന്റെ വിയോഗത്തിലൂടെ സംഘടനയ്ക്ക് നികത്താനാവാത്ത ഒരു വിടവാണ് ഉണ്ടായത്. KO പ്രശാന്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗറിലാണ് സമ്മേളനം നടക്കുക. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ശനിയാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും ഉദ്ഘാടനം ചെയ്യും. പന്ത്രണ്ട് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സമ്മേളനം സിന്ദാബാദ്, സമ്മേളനം സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്. വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുകയും സംഘാടക സമിതി ഓഫീസ് തുറന്ന് സാമൂഹ്യ പ്രതിബദ്ധതയാർന്നതുൾപ്പെടെ നിരവധി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ചെറുകിട സംരംഭകരെയും തൊഴിലാളികളും എല്ലാമായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അത് കുറേ ഓപ്പറേറ്റർമാരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ
അതിൻ്റെ ഒരു സംഘാടനം പഴയ കാലത്തൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്, വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് കുറേയൊക്കെ തന്നെ നല്ല നിലയിൽ തന്നെ തലയുയർത്തി നടക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചാൽ കഴിയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ സമ്മേളനവും അതിൻ്റേതായ ഗംഭീരത്തോടു കൂടി നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രക്തദാനം, സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്, കണ്ണട വിതരണം, വയോജനങ്ങൾ, അംഗൻവാടികൾ, ബഡ്സ് സ്കൂളുകൾ, രോഗികൾ തുടങ്ങിയവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ, നഗര സൗന്ദര്യവൽക്കരണത്തിന് ചെടിച്ചട്ടികൾ തുടങ്ങിയവയുടെ വിതരണവും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെ അകറ്റാനായി എക്സൈസ് വകുപ്പുമായി ചേർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും COA സംഘടിപ്പിച്ചു. ഈ ലഹരി വിൽപ്പനയിലൂടെ നമ്മുടെ നാട്ടിലേക്ക് നോക്കൂ നിങ്ങൾ, ചെറുപ്പക്കാരും കുട്ടികളും അതുപോലെ തന്നെ മുമ്പൊക്കെ ഒരു 30-40 വയസ്സ് കഴിഞ്ഞ ആളുകളായിരുന്നു ലഹരിക്ക് അടിമപ്പെട്ടവർ. ഇന്ന് സ്കൂളുകളിൽ പോലും 13-14 വയസ്സുള്ള മക്കൾ വരെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് പഠിക്കാനും വയ്യ, വീട്ടിൽ പോലും ഒരു സ്വസ്ഥത നൽകാത്ത വിധത്തിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് മാംസമില്ലാത്ത, മജ്ജയില്ലാത്ത, നാടിയില്ലാത്ത, സ്വന്തമായി ചലനശേഷിയില്ലാത്ത ഒരു സാധന മാർട്ടിൻ കോർപ്പർ കണ്ടുപിടിച്ച ഒരു യന്ത്രമാണിത് എന്ന് പറഞ്ഞാൽ ഇതൊരു മോശപ്പെട്ട വസ്തു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോഴും ഈ വസ്തു കൊണ്ട് ഒരുപാട് ഉണ്ട്. എന്നെ ഓഫീസിലാണ് ഇപ്പോൾ വിളിച്ചത്. അതിന്റെ അർത്ഥം എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 7ാം കടലക്കര കിടക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനേക്കാണ് പ്ലെയിൻ കയറി അന്ന് ഗൾഫിൽ പോകണ്ട, ഒരു കോൾ ചെയ്താൽ മതി. മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച സാധനം മോശപ്പെട്ട സാധനമല്ല. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് കൃത്യമായി ഇതിനെ ഉപയോഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ, പഠിക്കേണ്ട സമയത്ത്, പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ട സമയത്ത്, ലക്ഷ്യങ്ങൾ വരയ്ക്കേണ്ട സമയത്ത് ഇതിന്റെ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ലോകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരാണ് പരീക്ഷ എഴുതാൻ വരിക? നിങ്ങൾ മാർച്ച് മാസം, ഏപ്രിൽ മാസം പരീക്ഷ നടത്തുന്ന കുട്ടികളാണെങ്കിൽ ആ പരീക്ഷ എഴുതാൻ വാട്സപ്പ് വരില്ല, ആ പരീക്ഷ എഴുതാൻ ഫേസ്ബുക്ക് വരില്ല, ആ പരീക്ഷ എഴുതാൻ ട്വിറ്റർ വരില്ല, ആ പരീക്ഷ എഴുതാൻ മെസ്സഞ്ചർ വരില്ല, ആ പരീക്ഷ എഴുതാൻ യൂട്യൂബ് വരില്ല. ആ പരീക്ഷ നമ്മളാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതണമെങ്കിൽ പഠനമെന്ന ലഹരി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിത്രരചനാ മത്സരം, കവിയരങ്ങ് തുടങ്ങിയവ സംഘടിപ്പിച്ച് കലാ സാഹിത്യ രംഗത്തും COA സാന്നിധ്യം അറിയിച്ചു. ഓരോ കവിതയും ഓരോ അനുഭവങ്ങളാണ്. ഓരോ ചർച്ചയും ഓരോ പുതിയ ലോകങ്ങളെ നമുക്ക് നൽകുന്നു. കവികളെക്കുറിച്ച് അടുത്തറിയാനും ഇതാ നമുക്ക് ഈ സായാഹ്നം. ഈ സർഗാത്മക നിമിഷങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഏവരെയും സുസ്വാഗതം ചെയ്യുക. വയനാടിൻ വിളി കേൾക്കാൻ, മലനാടിനെ അറിയാൻ കഴിയാത്തവരുണ്ടേ, കരള് പിളർന്നവരുണ്ടേ. വയനാടിൻ വിളി കേൾക്കാൻ, മലനാടിനെ അറിയാൻ കഴിയാത്തവരുണ്ടേ, കരള് പിളർന്നവരുണ്ടേ. പെനാൽറ്റി ഷൂട്ടൌട്ട്, കമ്പവലി, ക്രിക്കറ്റ്, ഷട്ടിൽ ടൂർണമെന്റ് തുടങ്ങിയ കായിക മത്സരങ്ങളും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു.
മനുഷ്യരെ ഏതൊരു വ്യക്തിയുടെയും ജീവിത വിജയത്തിന്റെ പ്രധാന ഘടകം അവരുടെ കുടുംബം നൽകുന്ന പിന്തുണയാണ്. ഇത് തിരിച്ചറിഞ്ഞ് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കുടുംബത്തിന് ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും ആഘോഷത്തിന്റെയും ഒരു ശുഭരാത്രി സമ്മാനിച്ച കുടുംബ സംഗമവും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു. ലാൻഡിംഗ് ആണോ ലാൻഡിംഗ് ആണോ യെസ് ഒരു നല്ല കിടപ്പോ റെഡി 1 2 3 സ്റ്റാർട്ട് കാലുവെക്കോ മ്യൂസിക് കം ഓൺ മ്യൂസിക് കാലുവെട്ട് മുതിക്കോ ആദ്യം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പോട്ടെ യെസ് ഒരു എയർപോർട്ട് ഇത്രയും കണ്ണോക്കരുത് ഇത് കൂച്ചിപ്പൂടി ഭരതനാട്യം മോഹിനിയാട്ടം സംസ്ഥാന കലോത്സവം ഡാൻസ് കളിച്ചോണ്ടിരിക്കുക ഇങ്ങനെ ഒരു വിമാനമുണ്ട് കണ്ടില്ലേ ഇനി 3 പേര് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു ഇല്ല യെസ് ഇനി 3 വിമാനങ്ങള് ഇതിൽ 6 ചെയ്യുന്നതാണ് 1 2 3 വിമാനം ആടി തുടങ്ങി ഇവിടുത്തെ വിമാനം ആടി തുടങ്ങിയിട്ടുണ്ട് യെസ് രണ്ട് വിമാനം 50,000 രൂപ സൈസാർ 50,000 രൂപയുടെ പലിശ കൂടി അങ്ങോട്ട് പോന്നു കാല് വന്നിട്ട് ആട് പാമ്പേ ആടാട് പാമ്പേ കാല് വന്നേ 1 2 കുത്തിക്കോ യെസ് സമ്മാനം 2 പേർക്കായിട്ട് വീച്ചു അപ്പം യെസ് ആടി ഇതാ ഒരു വിമാനം ആടിക്കൊണ്ട് റൺവേ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ല ക്ലാപ്പ് കൊടുക്കാം. ഇതിൽ 1 2 3 ഫസ്റ്റ് ഇതുവരെ അനങ്ങാതിരിക്കുന്ന ഫസ്റ്റ് മത്സരം പൂർണ്ണമായിരിക്കുന്നു. കാലുകുത്തിക്കോ യെസ് Let's go.
ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോലത്തിലൊട്ടാന ഗോവിന്ദ దేవుడా దేవుడా దేవివర దేవుడా. ഇത്തരത്തിൽ എല്ലാ മേഖലകളെയും തൊട്ടറിഞ്ഞും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൈത്താങ്ങേകിയുമാണ് അനുബന്ധ പരിപാടികൾ നടന്നത്. സാധാരണക്കാരന്റെ ജീവിത സ്പന്ദനം തൊട്ടറിഞ്ഞിരുന്ന പഴയകാല ചായക്കടകളെ ഓർമ്മപ്പെടുത്തിയ കേരള വിഷൻ ചായവണ്ടി സമ്മേളന പ്രചരണത്തിൽ വേറിട്ട അനുഭവം സമ്മാനിക്കുന്നതായി. കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം, പൊന്നണിഞ്ഞെത്തിയ മധുമാസം, എന്നുള്ളിൽ ചൊരിയുന്നു രാഗരസം. ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം. ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചായയും കടിയുള്ള കച്ചവടമോ വണ്ടിപ്പീടിക പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നല്ല രസമുണ്ട്. ഒരുപാട് കാലം ഈ കൂത്തുപറമ്പ് ടൗണിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. വൻ വിജയമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സംരംഭവും നല്ല വിജയത്തിലാണ് നീങ്ങുന്നത്. ചായവണ്ടിക്ക് പുറമെ ഫ്ലാഷ് മോബ്, വാഹന പ്രചരണ ജാഥ തുടങ്ങിയ പ്രചരണങ്ങളിലൂടെ സമ്മേളനത്തിന്റെ വിളംബരം നാടിന്റെ മുക്കിലും മൂലയിലും ഒപ്പം എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തിക്കാനായി. നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങി നിറച്ചു വച്ചു നല്ല വെണ്ണിലാവിൻ മന്ത്രകോടി മടക്കി വെച്ചു വച്ച് പാടി നേരത്ത് ഇനി മേടക്കും കല്യാണ വിളി വിളിച്ചു. അച്ഛനമ്മ മാറുവന്നു പഴുതു വിളിച്ചാൽ ഞാൻ ഭർത്താവിന്റെ രൂപം ചൂണ്ടി കാട്ടിക്കൊടുക്കും. ഇനി ആരും എന്തും പറഞ്ഞോ സ്നേഹമുള്ളവരെ, അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തോളമായി കേരളത്തിനകത്ത് കേബിൾ ബ്രോഡ്ബാൻഡ് മേഖലയിൽ ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പ്രസ്ഥാനം സംഘടന.
കണ്ണൂർ ജില്ലാ സമ്മേളനം സിന്ദാബാദ്. കണ്ണൂർ ജില്ലാ സമ്മേളനം സിന്ദാബാദ്. ഇതിനെതിരായ ജനകീയ ബദൽ സിന്ദാബാദ്. COA സിന്ദാബാദ്. സാധാരണക്കാരുടെ സ്വീകരണ മുറികളിലേക്ക് ചുരുങ്ങിയ ചിലവിൽ വിനോദവും വിജ്ഞാനവും എത്തിച്ചുകൊണ്ട് സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയവരാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരും അവരുടെ കൂട്ടായ്മയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ചും കോർപ്പറേറ്റ് കമ്പനികളോട് ചെറുത്തുനിന്നും കേബിൾ ടി വി മേഖലയിൽ നിന്ന് അതിവേഗ ഇന്റർനെറ്റ് സേവന ദാതാക്കളായി വളർന്ന് രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പിക്കാൻ COAക്ക് സാധിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 500-ലധികം സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് ഈ രംഗത്തും COA ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു. ടൂറിസം രംഗത്തേക്കും COA ചുവടുവെച്ചിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്തിക്കുന്ന ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന നിലയിലേക്ക് ഓപ്പറേറ്റർമാരെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് COA. ഒപ്പം സിനിമാ നിർമ്മാണ രംഗത്തേക്കും കടന്നു ചെല്ലാനുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുന്ന COAയുടെ ഭാവി പ്രവർത്തനങ്ങളുടെ കൃത്യമായ രൂപരേഖ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് ഈ സമ്മേളന കാലയളവ് കഴിയുന്നതോടെ COA കൂടുതൽ കരുത്താർജിച്ച് മുന്നേറും. ടീം ഗ്രാമിക ന്യൂസിനൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.